രോഹിതേ, മുല്ലപ്പെരിയാറിന് എന്ത് സംഭവിക്കും? മുല്ലപ്പെരിയാറിലേക്ക് വരുന്നതിന് മുമ്പിട്ട് യദുവിനോട് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ഈ കഥ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും നടന്ന കഥയല്ല. നമ്മുടെ അയൽ രാജ്യമായ നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചൈനയിൽ നടന്നത്. ആ കഥ കേട്ട് കഴിയുമ്പോൾ മുല്ലപ്പെരിയാറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യദുവിനും ഇത് കേൾക്കുന്നവർക്കും ഒരു പരിധി വരെ മനസ്സിലാവും. ചൈനയിലൊരു ബാങ്ക്യോമ ഡാം എന്ന് പറഞ്ഞൊരു ഡാം ഉണ്ടായി. അവിടുത്തെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ഹൈഡ്രോളജിസ്റ്റ് പലതവണ സർക്കാരിനോട് പറഞ്ഞു ഡാം അപകടാവസ്ഥയിലാണ്. സർക്കാർ ചെയ്തത് എന്താണെന്നറിയാം? ഇയാൾ കള്ളം പറയുകയാണ്, ഇയാൾ കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്, സർക്കാർ വിരോധിയാണ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ, ആ ഹൈഡ്രോളജിസ്റ്റിനെ സർവീസിൽ നിന്ന് പുറത്താക്കി. സർക്കാർ വിരോധിയായി മുദ്ര കുത്തി. അന്ന് സർക്കാർ പറഞ്ഞു ഈ ഡാം തകർന്നാൽ ഇതിന് താഴെ 61 ഡാമുകൾ വേറെയുണ്ട്, പൊട്ടി വരുന്ന വെള്ളം ആ ഡാമുകൾ സംഭരിച്ചോളുമെന്ന് പറഞ്ഞു. സംഭവിച്ചത് എന്താ? ബാങ്ക്യോമ ഡാം തകർന്നു. 61 ഡാമുകൾ ആ വെള്ളം സംഭരിച്ചില്ല. ഒപ്പം ആ 61 പൊട്ടി. കേവലം 17 TMC, കേവലമല്ല 17 TMC വെള്ളം മാത്രമായിരുന്നു ആ ഡാമുകളിൽ ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ 3 ലക്ഷം പേരാണ് ചൈനയിൽ മരണമടഞ്ഞത്. നഷ്ടപ്പെട്ട സ്വത്തുക്കൾ, വീടുകൾ, മൃഗങ്ങൾ, സ്വപ്നങ്ങൾ, പണം, ജീവിതകാലത്തെ സമ്പാദ്യം ഇതൊക്കെ ബാക്കിയായി. ഇനി വേറൊരു കണക്ക് പറയാം. മുല്ലപ്പെരിയാർ ഡാമിനുള്ളത് 15 TMC വെള്ളമാണ്. ചെറുതോണി, ഇടുക്കി അടക്കമുള്ള ഈ ഡാമുകൾ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഇടുക്കി ജില്ലയിലെ ബാക്കി ഡാമുകൾ, ഇതെല്ലാം കൂടി പൊട്ടിയാൽ പുറത്തേക്ക് വരാൻ പോകുന്നത് 120 TMC ജലമാണ്. ഈ 120 TMC ജലം പുറത്തേക്ക് ഒഴുകിയാൽ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ ആറ്റം ബോംബ് വിക്ഷേപണത്തിന്റെ എത്രയോ മടങ്ങാണ് അതുണ്ടാക്കാൻ പോകുന്ന പ്രഹരം എന്നത്. അതാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത്. രോഹിത്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ വയനാട്ടിലുണ്ടായി ദുരന്തമുണ്ടായി, ഇതിനു മുമ്പ് പ്രളയം ഉണ്ടായി. ഈ സമയങ്ങളിലൊക്കെ മുല്ലപ്പെരിയാർ ഒരു വിഷയമായിരുന്നു. ഈ പ്രളയം കഴിയുന്നു, ഉരുൾപൊട്ടൽ അവസാനിക്കുന്നു, വാർത്തകൾ മാറുന്നു, മുല്ലപ്പെരിയാർ വീണ്ടും വിസ്മൃതിയിലാകും. ഇനി അങ്ങനെ സംഭവിക്കുമോ? അതോ ജനങ്ങൾ ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് മുല്ലപ്പെരിയാറിന് വേണ്ടി ശബ്ദം ഉയർത്തും? എന്താണ് രോഹിത്? 2018 പ്രളയം എന്ന് പറയുന്നത് ഡാമുകൾ മനുഷ്യനിർമ്മിത പ്രളയം എന്നൊക്കെ നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഡാമിലെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാണ്ട് കൂടി, ഒരു പ്ലാനിങ് ഇല്ലാതെ കൂടി പൊക്കിവിട്ടത് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുന്നു. അപ്പോ ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ഡാമിന്റെ ഷട്ടർ പൊക്കിയപ്പോൾ നമ്മളെല്ലാം അനുഭവിച്ചതാ. കരുണയുള്ള ലോകമേ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയതാ. കേരളത്തെ ചേർത്ത് പിടിക്കുന്ന ക്യാപ്റ്റനെ നമ്മൾ കണ്ടതാ. ഇൻ കേസ് സംഭവിച്ചാൽ, ഞാനും ഇതും ഒക്കെ 30-35 വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ 15 വർഷം കൊണ്ട് കേൾക്കുകയാണ് സേവ് മുല്ലപ്പെരിയാർ ക്യാമ്പയിൻ. ഞാൻ ചെയ്തൊരു വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് ഞാൻ പറയാം. എന്റെ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് ഞാനൊരു പ്ലക്കാർഡ് എഴുതി കൊടുത്തു, സേവ് മുല്ലപ്പെരിയാർ. അവന് MBBS 2ാം വർഷം പഠിക്കുന്നു. ഇപ്പോഴും ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ് സേവ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ പൊട്ടിയിട്ടുമില്ല, ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടുമില്ല. അപകടം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സർക്കാരുകൾ ഉണർന്നു പ്രവർത്തിക്കുള്ളൂ. ഈ മുണ്ടക്കയിലുണ്ടായ ഈ പറയപ്പെടുന്ന ഉരുൾപൊട്ടൽ കണ്ടതല്ലേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ തലേ ദിവസം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളം കലങ്ങി വരുന്നു, അതിശക്തിയിൽ ഒഴുകി വരുന്നു. അവിടെ പ്രായമായവർ, എക്സ്പീരിയൻസ് ഉള്ളവർ, ശാസ്ത്രജ്ഞന്മാരൊന്നുമല്ല, അവർ പറഞ്ഞു എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു. അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ, ബഹുമാനായ അമിത്ഷാ ലോക്സഭയിൽ പ്രസംഗിച്ചു, സർക്കാരിന് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്, മുണ്ടക്കൈ അപകടത്തിലാണ് എന്ന് അറിയാമായിരുന്നുവെങ്കിൽ, അത് മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നെങ്കിൽ 450 ജീവനുകൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ വീടുകൾ പോയേനെ, സ്വത്തുക്കൾ പോയേനെ, വീടുകൾ എല്ലാം ഒലിച്ചു പോയേനെ, പൊക്കോട്ടെ. അത് മനുഷ്യൻ, നമുക്കറിയാം ഇപ്പോ അവിടെ എത്രയാണോ നാശനഷ്ടം വന്നത് അതിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറായി ഇവിടെ മനുഷ്യ സ്നേഹികളായിട്ടുള്ള സംഘടനകളും മനുഷ്യന്മാരും ഒക്കെ നിൽക്കുകയാണ്. പക്ഷെ സർക്കാരുകൾ മുൻകരുതൽ എടുക്കാത്തതിന്റെ ഒരു പരിണിത ഫലം ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ഇനി മുല്ലപ്പെരിയാറിൽ സംഭവിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ വിഷയം നമുക്കറിയാം. ഇവിടെ ഭരിക്കുന്ന ഇടത് സർക്കാർ മനുഷ്യ ചങ്ങല പിടിച്ചതാണ്. ഇത് പറഞ്ഞാൽ അത് കലാപാഹ്വാനമാകുമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അത് സർക്കാരിനെതിരെയുള്ള ആഹ്വാനമാകുമെങ്കിൽ, ജനങ്ങളെ പാനിക്കാക്കുകയാണെങ്കിൽ, അത് ആദ്യം പറഞ്ഞത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമായ പാർട്ടിയാണ്. അവരാണ് ഇവിടെ ആദ്യം സമരങ്ങൾ തുടങ്ങി വെച്ചത്. ബഹുമാനായ റോഷി അഗസ്റ്റിനാണ് ജലവിഭവ മന്ത്രി. റോഷി അഗസ്റ്റിൻ അന്ന് ഇടുക്കിയിൽ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. അവരാണ് ഇന്ന് യദുവിന് എറണാകുളം നഗരത്തില് യദുവിന്റെ വീട്ടില് സമാധാനത്തോടെ തുടങ്ങാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഈ പറയപ്പെടുന്ന ഇടുക്കി മുതൽ ഇങ്ങോട്ടേക്ക്, കോട്ടയം മുതൽ ഇങ്ങോട്ടേക്കൊക്കെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ചു നോക്കും. ഇത് ഇന്നലെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു ഡിജിറ്റൽ ചാനലിൽ ഒരു ബഹുമാനായ പ്രായമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ നിന്ന് പറയുന്നത് കേട്ടു. കൂടി വന്നാൽ തൊടുപുഴ വരെ വെള്ളം വരും. അവിടെ വരെ മാത്രമേ, തൊടുപുഴ വരെയുള്ള ആളുകൾ എന്താ മനുഷ്യർ? തൊടുപുഴ വരെ ഒന്നുമല്ല. അദ്ദേഹം പറയുന്ന കണക്കുകൾ തെറ്റാണ്. തമിഴ്നാട് പറയുന്നതേ വിശ്വസിക്കാൻ പറ്റൂ എന്ന്. തമിഴ്നാടിന് അതല്ലേ പറയാൻ പറ്റൂ. തമിഴ്നാടിന് കൃഷിക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് തമിഴ്നാടിന് ഇതൊരു വലിയ, എല്ലാ വർഷാവർഷം വലിയ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. മലയാളിക്ക് എന്താ കിട്ടുന്നത്? മീൻ പിടിച്ചോളാൻ.
ഡാമിൽ നിന്ന് മീൻ പിടിക്കാം. മലയാളികൾ ഇപ്പോഴും ജീവനും കയ്യിൽ പിടിച്ച് ജീവിക്കുകയാണ്. നോക്കൂ, ഉണ്ടാക്കി വെച്ചവൻ പറഞ്ഞു 50-60 വർഷം മാത്രമേ ഇതിന് ആയുസുള്ളൂ. വർഷം എത്ര കഴിഞ്ഞു? 130 കഴിഞ്ഞു. 999 വർഷത്തേക്കാണ് കരാറുണ്ടാക്കി കൊടുത്തേക്കാണ് നമ്മുടെ മുന്നേ ഭരിച്ചു പോയൊരു സർക്കാർ. രാജാവിന്റെ കാലത്ത് ഇത് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. കോടതിയിൽ, സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇതുവരെ നടത്തിയ പഠന റിപ്പോർട്ടുകളുടെ ഒരു റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈ കേസിൽ ഭാഗവാക്കായതിനു വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചിരുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി നമ്മളോടാണ് സംസാരിച്ചത്. ഇതും റസൽ ജോയിയുടെയും കഴിവ് എടുത്തു, ഞാനും എടുത്തു. അദ്ദേഹം പറയുന്നു 17 ലക്ഷം മലയാളികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ പെറ്റീഷനിൽ ഭാഗവാക്കായിരിക്കുന്നത്, ബാക്കിയുള്ളവരാകൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമുണ്ടാക്കലൊന്നുമല്ല, ഈ നാടിന് ഒന്നും സംഭവിക്കരുത് എന്നത് തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, മുല്ലപ്പെരിയാറിന് വേണ്ടി വലിയ സമരങ്ങൾ കേരളം കാണാൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിൽ പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ, സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾ ഒക്കെ കണ്ടു നോക്കൂ. ഞാൻ തീർച്ചയായിട്ടും പറയാം, ഈ കേരള സർക്കാരും അല്ലെങ്കിൽ മാറി മാറി വന്ന സർക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്നത് തികഞ്ഞ നിസ്സംഗത എന്നല്ല പറയാം, ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന നാറിത്തരമാണ്. കാരണം ഇത്രയും മനുഷ്യര് ജീവൻ കയ്യിൽ വെച്ച് ജീവിക്കാം. രോഹിത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡാമിന്റെ കഥ പറഞ്ഞിട്ടേ അതിനേക്കാൾ കൂടുതൽ വലിയ ദുരന്തമായിരിക്കും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ വെള്ളം മുഴുവൻ എത്തിച്ചത് എങ്ങോട്ടാണ്? താഴെ കൊച്ചിയിൽ എന്താ ഇല്ലാത്തത്? മലനാട്ടിൽ നിന്ന് ഇടനാട്ടിലൂടെ തീരപ്രദേശത്തോടെ അറബിക്കടൽ. കൊച്ചിയിൽ എന്താണ് ഇല്ലാത്തത്? കൊച്ചിയിൽ റിഫൈനറികളുണ്ട്, വേറെ എന്തൊക്കെ തരത്തിലുള്ള സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ വരുന്ന വരവ്, ഈ മലയോരത്ത് നിന്ന് ഇത്രയും വലിയ വെള്ളം കുതിച്ചു വരുമ്പോൾ അവിടുത്തെ കുന്നുകളും മലകളും ഉരുൾപൊട്ടലിന് സമാനമായ പല സാഹചര്യങ്ങളും ഉരുൾപൊട്ടിയപ്പോൾ നമ്മൾ കണ്ടു വലിയ കല്ല് ഉരുണ്ട് വന്ന് അവിടെ. ഇത് വ്യാപിറ്റി ഡാമാണെന്ന് പറയും. ഈ വ്യാപിറ്റി ഡാം ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ വലിയ മലകൾ പൊട്ടിച്ചെടുത്ത പാറയാണ് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ പാറയും വരുന്ന വഴിയിലുള്ള പാറകളും മരവും കല്ലും ഒക്കെ വലിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ സമയമെടുത്തേ വരൂ, ആ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒറ്റയൊരുത്തിനും രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ആളുകൾ തമ്മിൽ തല്ലി ചാവുന്നത് വേറെ കാണേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ സർക്കാരിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലെ പെറ്റീഷനിൽ കക്ഷി ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു സത്യവാങ്മൂലം കൊടുക്കുക. അദ്ദേഹം പറഞ്ഞതുപോലെ വിദേശത്ത് നിന്നുള്ള വിദഗ്ധർ വരട്ടെ, ഡാമുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഡീകമ്മീഷൻ ചെയ്യണം, പഠനം നടത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്, പഠനം നടത്തിയാൽ ഇത് പൊളിച്ചു മാറ്റാൻ ഡീകമ്മീഷൻ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരള സർക്കാരിനെ സംബന്ധിച്ച് എന്താണ്, ഈ ഒരു ഹർജിയിൽ കക്ഷി ചേർന്നാൽ മതി. കക്ഷി ചേരുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു വിദേശ സംഘത്തെ പഠനത്തിന് വേണ്ടി നിയോഗിക്കാം. ഇവിടെ വെള്ളം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് നെതർലാൻഡ്സിൽ പോകാൻ പ്രശ്നമില്ല, കാനഡയിൽ പോകാൻ പ്രശ്നമില്ല, അമേരിക്കയിൽ പോകാൻ പ്രശ്നമില്ല, ഏത് രാജ്യത്തും പോകാൻ ഒരു പ്രശ്നമില്ല. പോയതിനൊട്ടൊന്നും പരിഹാരവും കണ്ടിട്ടില്ല. അങ്ങനെ കോടികൾ ചെലവാക്കി സർക്കാരിന് വിദേശത്ത് നിന്ന് പലതും സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ റസൽ ജോയിയുടെ പെറ്റീഷനിൽ ചേർന്നുകൂടാ, അല്ലെങ്കിൽ അതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒപ്പുവെച്ചുകൂടാ, അല്ലെങ്കിൽ അതിനെ സഹായിച്ചുകൂടാ എന്നുള്ള എൻ്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ സമരം ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ ഒരു സമരം ആരംഭിച്ചാൽ ഒന്നും നോക്കണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിലായിരിക്കും ആ സമരം മുന്നോട്ട് പോകുക. കാരണം ജനങ്ങളിൽ ഭീതി മാത്രമല്ല, അവരിൽ ഏറെക്കുറെ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ദുരന്തം കേരളത്തിൽ വരും. പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഭീതി വേണ്ട, ജാഗ്രത മതി. അതിനു മുമ്പ് അണക്കെട്ട് തുറക്കാറായോ എന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മണിയാചാൻ പറഞ്ഞ എന്താ, നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പറ്റൂല എന്ന്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു എല്ലാവരും ഓടിക്കും. ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു അവസ്ഥ, ലൈൻ. അതായത് ഭയം വേണ്ട, ജാഗ്രത മതി, നിങ്ങൾ പേടിപ്പിക്കരുത്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, ഒച്ച ഉണ്ടാക്കരുത് പറയുകയും ചെയ്യും. അവസാനം ഈ പറഞ്ഞതൊക്കെ ഇവര് തന്നെ ഏറ്റുപറയുകയും ചെയ്യും. അപ്പോഴുണ്ടാകുന്ന അപകട സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ വലുതാ. അപ്പൊ പറയും കൂടെയുണ്ട് സർക്കാർ, പേടിക്കണ്ട. ദുരന്തം ഉണ്ടായിട്ട് എന്ത് സർക്കാർ, എന്ത് കാര്യം? ഇപ്പോ ഈ വയനാട്ടിലെ ദുരന്തം നോക്കുക. ഈ ദുരന്തം രോഹിത് നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ, അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ അലർട്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോട്ടെ, അവിടുത്തെ ജനങ്ങൾ തന്നെ ജില്ലാ ഭരണകൂടത്തോടും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവരോടൊക്കെ പറയുന്നുണ്ട് എന്തോ വലുത് വരാൻ പോകുന്നുണ്ട്, പ്രശ്നമാണ്. അപ്പം സർക്കാരിന് ചെയ്യാമായിരുന്നു അവിടെ ഓടിയെത്തി ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ളത്. അപ്പം കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടായിരുന്നു, ആ അലർട്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേന്ദ്രത്തിന്റെ അലർട്ട് എന്ന് പറയുന്നത് റെഡ് അലർട്ട് അല്ലായിരുന്നു. കേന്ദ്രം തന്ന മുന്നറിയിപ്പ് വെച്ച് സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ. പക്ഷേ അവിടെ പ്രാദേശികമായ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ സർക്കാർ മാറി മാറി വരുന്ന സർക്കാരിനേക്കാൾ കൂടുതൽ ഈ ഇടത് സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ ദുരന്തങ്ങളിലും രക്ഷകരായി അവതരിക്കുന്നു എന്നല്ലാതെ ദുരന്തം ഒഴിവാക്കാൻ, ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ, ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം.
ഒരു സർക്കാർ ദുരന്തം വരുമ്പോൾ അവിടെ ഇടപെട്ട് കുറെ പേരെ നന്മയുള്ള ലോകമേ പാട്ടുവിട്ട് രക്ഷിച്ചു എന്നുള്ളതല്ല, അത് വരാതിരിക്കാൻ എന്ത് ചെയ്തു. ഇപ്പൊ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുന്ന ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, ഈ റസൽ ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരനായ വ്യക്തി. അദ്ദേഹം വലിയ ധനികനോ അദ്ദേഹത്തിന് കൂടെ നൂറുകണക്കിന് ആളുകളോ ഒന്നുമില്ല. അദ്ദേഹം ഒരു ഒറ്റയാൾ പ്രസ്ഥാനമാണ്. അദ്ദേഹം ഈ പണി തുടങ്ങിയിട്ട് 10 വർഷത്തിന് മേലെ എനിക്കറിയാം. ആ മനുഷ്യൻ കഴിഞ്ഞ 10 വർഷത്തോളമായി മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കയറി ഇറങ്ങാൻ നീ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതായത് ഡാമുകളെ കുറിച്ച് ആധികാരികമായ അറിവുള്ള വിദേശ ശാസ്ത്രജ്ഞർ, അതിനെപ്പറ്റി ധാരണയുള്ള, അതുമായി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആളുകൾ ഇവിടെ ഒന്ന് പഠനം നടത്തട്ടെ. ഇങ്ങനെ ഒരു ഹർജി അദ്ദേഹം സുപ്രീം കോടതി കൊടുത്തു. സുപ്രീം കോടതി അതിന് അനുഭാവപൂർവമായി പരിഗണിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഹർജിയുമായി അദ്ദേഹം മുന്നോട്ട് പോകട്ടെ, അത് ലിസ്റ്റ് ചെയ്യാമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടും ഇവിടുത്തെ സർക്കാരിന് ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഹൈറേഞ്ചിൽ ഏറ്റവും അധികം ഈ ഹൈറേഞ്ച് ജനതകളുടെ ഭീതി വിറ്റ് കാശാക്കിയല്ല, വിറ്റ് ജീവിച്ചത് CPM, വോട്ടാക്കിയ CPM. ഇവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ഹൈറേഞ്ചിൽ മുഴുവൻ ഹർത്താൽ നടത്തി. പിറ്റത്തെ തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജിനെ ജയിപ്പിച്ച് മത്സരിപ്പിച്ചത് CPM. അതേ CPM-മാരാണ് മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഇവിടെ കിടന്ന ഏറ്റവും കൂടുതൽ അത്രയും സമരം നടത്തിയ ആളുകളായി CPM. ഈ CPM ഇവിടെ ഭരിക്കുമ്പോൾ, ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് റസൽ ജോയ് എന്നൊരു മനുഷ്യൻ, ഇപ്പൊ കോൺഗ്രസ് കൊടുത്ത ഒരു ഹർജിയിൽ കക്ഷി ചേരുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായ പ്രശ്നം എന്ന് പറയാം. ഇപ്പൊ കേന്ദ്ര സർക്കാർ നീക്കുന്ന ഒരു പദ്ധതിയിൽ കൈകോർത്താൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന് വെച്ച് മാറി നിൽക്കുകയാണെങ്കിൽ അത് പറയാം. പക്ഷെ ഇതൊരു സാധാരണക്കാരനായ മനുഷ്യൻ, അദ്ദേഹം പണ്ട് BSPയിലോ മറ്റോ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാതെ ഒരു രാഷ്ട്രീയ ചായവുമില്ലാതെ മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ വളരെ ജെനുവിനായി സുപ്രീം കോടതിയെ സമീപിച്ച ഒരു കേസ്. ആ കേസിൽ ഈ പറയുന്ന സർക്കാരിന് ഒരു വിദേശ സമിതി വന്ന് പഠനം നടത്തട്ടെ എന്ന് പറയാൻ എന്താണ് മടി? അതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ജനങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കും. ഇപ്പോൾ വയനാടിൻ്റെ ഒരു ഞെട്ടൽ, ഒരു ദേശീയ ദുരന്തത്തിന് സമാനമായ അപകടമുണ്ട്. ഇത് ജനങ്ങളിൽ വലിയൊരു തിരിച്ചറിവുണ്ടാക്കിയിട്ടുണ്ട്. അതായത് പ്രളയം എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അത് ഒരു പരിധിവരെ ഈ ഡാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും ആ ഡാമുകൾ ഇല്ലെങ്കിലും ഒരു പക്ഷേ വലിയ പ്രശ്നമായി തന്നെ പ്രളയം മാറുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു മല, അവിടെ നിരന്തരമായി മഴ പെയ്യുന്നു, ഒരൊറ്റ ഉരുൾ പൊട്ടുന്നു, തുടർച്ചയായ ഉരുൾപൊട്ടലുണ്ടാകും, ഇത്രയധികം ആളുകൾ മരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ വയനാടിന്റെ ഭീകരത കൊണ്ട് മറന്നുപോയ ചില സാധനങ്ങൾ കോഴിക്കോടും പൊട്ടി. അതെ അതെ അതെ, ഇടുക്കിയിലും മണ്ണിടിഞ്ഞു. പലയിടത്തും അതേ ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ? റസൽ ജോയ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറഞ്ഞു കേട്ടില്ലേ? ഈ ഡാമിന്റെ ഉള്ളിൽ നിറയെ ദ്വാരങ്ങളാണ്. ഡാം ഇടിഞ്ഞു തുടങ്ങുന്നു, ഡാമിന് വളവില്ല. പുള്ളി ഒരു ഗൂഗിൾ ഇമേജ് കാണിച്ചിട്ട് ഒരു വീഡിയോ പുറത്ത് വൈറലായി വന്നിട്ടുണ്ട്. അത് ഡാമിന് വളവുണ്ടായിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ ഒരുപാട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ കാരണം പറയുന്നുണ്ട്, ഇതിന്റെ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി 1.5 മീറ്റർ കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തി. ഈ കോൺക്രീറ്റിംഗ് നടത്തിയപ്പോൾ ആ ഭാരം താങ്ങാതെ ഇതിന്റെ ഇടയിലുണ്ടായ ദ്വാരങ്ങളിലേക്ക് ഡാം ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വിശദമായ വിദഗ്ധന്മാരുടെ പഠനത്തിൽ മാത്രമേ അതിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹൈഡ്രോളജിസ്റ്റിന്റെ ഇന്റർവ്യൂ നടത്തിയിരുന്നു നമ്മുടെ മറ്റൊരു ചാനൽ. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഈ തെന്മല ഡാം, മുല്ലപ്പെരിയാർ ഡാം, നമ്മുടെ പാലക്കാടുള്ള മലമ്പുഴ ഡാം, ഇവിടെയൊക്കെ പഠന വിധേയമായി പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സതീഷ് ഗോപി എന്നാണ്. അദ്ദേഹമാണ് ഈ മലമ്പുഴ ഡാമിൽ വലിയ മണൽ നിക്ഷേപം ഉണ്ടെന്നും അത് വാരിയാൽ പാലക്കാട് ടൗണിൽ 20 അടി പൊക്കത്തിൽ നികത്താനുള്ള മണലുണ്ടെന്നും വാരി മാറ്റണമെന്നും അത് ഖജനാവിലേക്ക് വലിയ സാമ്പത്ത് ഉണ്ടാക്കി തരുന്ന സാധനമാണെന്നും അതിലൂടെ പാറഖനനം കുറയ്ക്കാമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്ന ആളാണ് സതീഷ് ഗോപി സാർ. കൃത്യമായി അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാർ ഒരു ഡാം പണിയാൻ മുല്ലപ്പെരിയാർ, റസൽ ജോയ് സാർ പറയുന്നത് പോലെ, അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്തിട്ട് ആ ഡാമെ അവിടെ ഇല്ലാതാക്കണം എന്നല്ല അവരുടെ ഈ ഹൈഡ്രോളജിസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ പകരം ഒരു ഡാം പണിയണം. അതിന്റെ തുക തമിഴ്നാടും കേരളവും കേന്ദ്രവും ഒരുപോലെ ചെലവാക്കണം. തമിഴ്നാടിന് ഉമ്മൻചാണ്ടി സാറിന്റെ മുദ്രാവാക്യമാണ് അദ്ദേഹം പറയുന്നത്, തമിഴ്നാടിന് ജലം, കേരളത്തിന് ജീവൻ. ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര വർഷം എടുക്കും ഒരു ഡാമിന്റെ പണി തീർക്കാൻ? 5 വർഷത്തിൽ കൂടുതൽ എടുക്കും. അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്. അതിനുള്ള ഇവിടെ ഡാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമേ ഇല്ലെങ്കിൽ പോലും അതിനുള്ള ടെക്നോളജി നമുക്കുണ്ട്. ഞാൻ അപ്പോൾ ചോദിച്ചു, സാറേ ഇതുകൊണ്ടുണ്ടാകുന്ന വൈബ്രേഷൻസ്, ഇപ്പൊ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ സാധ്യതാ മേഖലയാണ്. ഒരു 3-4 സിഗ്നലുകൾ ഓൾറെഡി അവിടെ ഭൂകമ്പ മാപിനിയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള സാധ്യതയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ ടെക്നോളജി അത്രത്തോളം വലുതാണ്, നമുക്ക് ടെക്നോളജി കൊണ്ട് പലതും ചെയ്യാം. വെള്ളത്തിന്റെ ജലനിരപ്പ് താഴ്ത്തി നിർത്തിയിട്ട് താഴെ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലത്ത് പുതിയ ഡാം പണിയാം. പതുക്കെ ഈ ഡാം ഡിമോളിഷ് ചെയ്തിട്ട് ജലം ഇതിലേക്ക് എത്തിക്കാം.
മാർഗങ്ങളുണ്ട്. തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ മതിയല്ലോ. തമിഴ്നാടിന് ആവശ്യം വെള്ളമാണല്ലേ. അവർ പറയുന്നത് അവരുടെ ജലവൈദ്യുത പദ്ധതി പ്രവർത്തിപ്പിക്കാൻ അവിടെ കൃഷിക്കും വെള്ളം വേണം, അത് കൊടുത്താൽ മതി. പക്ഷെ പുതിയ ഡാം പണിയാം, പക്ഷെ അതിനൊരു മൂവ്മെന്റ് നടത്താൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് തയ്യാറല്ല. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും വലിയ ചെറിയൊരു ഉദാഹരണം കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് നമ്മുടെ ജോയി എന്ന് പറയുന്ന ഒരു കരാർ ജീവനക്കാരൻ ആനറഞ്ചാൻ തോട്ടില് വീണു മരിച്ചില്ലേ ഈ ഇടയ്ക്ക്, തിരുവനന്തപുരം കോർപ്പറേഷനില്. ആ തോടിന്റെ ഒരു കയ്യേറ്റം, ആ തോടിന്റെ ഒരു കയ്യേറ്റം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അന്ന് അവിടെ മേയറായിട്ടിരുന്ന ആളോട്, പേരൊന്നും പറഞ്ഞത് അദ്ദേഹം MLA ആവശ്യപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞത് അദ്ദേഹം പാർട്ടിക്കാരനാണ്, അയാളുടെ കുടുംബം നമ്മൾ എങ്ങനെ ഇല്ലാണ്ടാക്കും എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ തോട് വൃത്തിയാക്കാൻ പോലും, മനുഷ്യജീവന് ഭീഷണിയാകുന്ന, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചെറിയൊരു കൈത്തോട് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാത്ത സർക്കാരുകൾ. ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ മാത്രം പറയുന്നില്ല, ഇത് ഇടതുപക്ഷ സർക്കാർ മാത്രം ഭരിച്ചിരുന്ന കാലത്തെ പ്രശ്നമല്ല. UDF സർക്കാരും ആ കാലാവധിയിൽ ഈ ഭീതിജനകമായ കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ അത് വൃത്തിയാക്കാൻ പോലും തയ്യാറാകാത്ത, കപ്പാസിറ്റി ഇല്ലാത്ത, വിൽ പവർ ഇല്ലാത്ത രാഷ്ട്രീയക്കാർ, നട്ടലില്ലാത്ത രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന കേരളത്തിൽ പുതിയൊരു ഡാം നിർമ്മിക്കുമെന്ന് പറയാൻ പോലും, വിശ്വസിക്കാൻ പോലും നമുക്ക് സാധ്യമാകുന്നില്ല. നമുക്കറിയാം, സ്റ്റാലിനും പിണറായി വിജയനും മച്ചാമച്ചായാണ്, അണ്ണാ തമ്പി ബന്ധമാണ് അവർ തമ്മിൽ. നമ്മൾ കണ്ടതാണ്. ഇവിടെ പല സാഹചര്യത്തിലും അവർ ഒരുമിച്ച് തോളത്ത് കൈവിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടാണ്. ഇവരൊരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കേന്ദ്ര സർക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി ഇരുന്ന് കഴിഞ്ഞാൽ പരസ്പര ധാരണയോടെ തീരാവുന്ന ഒരു വിഷയമാണിത്. തമിഴ്നാട്ടിന് വെള്ളം കൊടുത്താൽ പോരെ, പുതിയ ഡാം പണിയോ ഇത് ഡീകമ്മീഷൻ ചെയ്യോ, എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ 133 വർഷമായി ഒരു സാധനം ജലബോംബ് പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുക. ഇത് നേരത്തെ പറഞ്ഞു, റിഫൈനറിയുടെ കാര്യം പറഞ്ഞു. ഇത് പൊട്ടി വരികയാണെങ്കിൽ, ഇപ്പൊ ഞാൻ രാവിലെ ഈ അഡ്വക്കേറ്റ് റസൽ ജോയുടെ ഇന്റർവ്യൂ എടുത്തു എന്ന് വേറൊരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ അയാൾ പറയുന്നതൊക്കെ പൊട്ടത്തരവാ. അതെന്താ, ഈ റിഫൈനറിയിലൊക്കെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ റിഫൈനറി വെള്ളം കയറി കഴിഞ്ഞാൽ പൊട്ടണ്ടേ. അപ്പൊ അവർക്കുണ്ടാകുന്ന അവരുടെ ചിന്തയാണ്. അത് കൃത്യമായി പറഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചു, എടാ, ഇത് ഒഴുകി വരുന്ന വഴിയിലാണ് ഈ പല രാസമാലിന്യ പ്ലാന്റുകളുണ്ട്. ഇത് പൊട്ടിയാൽ രാസമാലിന്യങ്ങൾ വായുവിൽ പടരും, തീപിടുത്തം ഉണ്ടാകും. ആ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം വരുന്ന, ഇതിന്റെ കൂടെ വരുന്ന സാധനങ്ങളാണ് റിഫൈനറി തകരും. പെട്രോളിയം പ്രോഡക്ട്സ് എന്നുണ്ടാവും. പെട്രോളിയം പ്രോഡക്ട്സ് വെള്ളത്തിന് മുകളിൽ പരന്നു കിടക്കും. എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ, ഒരു ബീഡി കത്തിക്കാൻ ഒരു തീ കത്തിച്ചാൽ അത് കത്തും. അത് എവിടെ വരെ കത്തും? അറബിക്കടൽ വരെ കത്തും. അത്രത്തോളം എത്രയോ ലിറ്റർ പെട്രോളിയം പ്രോഡക്ട്സ് ആണ് നമ്മുടെ റിഫൈനറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത്. രാസമാലിന്യങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് വായുവിലൂടെ പടരും. അത് കേരളത്തെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, ഇതിന്റെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാടിന്റെ ജില്ലകളുണ്ട്, അവിടേക്കൊക്കെ ഇത് ബാധിക്കും. അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ കേരളത്തിന്റെ പകുതി അങ്ങ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ 2 പീസാ. ആ 2 പീസ് തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നു. തമിഴ്നാട്, കേരളത്തിന്റെ ആ ഭാഗം തമിഴ്നാട് സർക്കാരിന്റെ 2 ജില്ലകളാക്കി മാറ്റും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ രീതിയിൽ പറയുകയാണ്. അദ്ദേഹം പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മുല്ലയെന്നും പെരിയാറെന്നും ഉള്ള 2 ആറുകൾ ഒഴുകി വന്നെടുത്താണ് ഈ തടയണ സൃഷ്ടിച്ചിരിക്കുന്നത്. ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ വൈദ്യുതി സ്രോതസ് എന്ന് പറയുന്നത് തെറ്റാണ്. സോളാർ പോലെയുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കാവുന്ന കാലഘട്ടത്തിൽ തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെങ്കിൽ അതിനും അദ്ദേഹം മാർഗം പറയുന്നുണ്ട്. മുല്ലപ്പെരിയാറിന് മുകളിൽ നിൽക്കുന്ന ഡാമിൽ നിന്നും 50 കിലോമീറ്റർ പൈപ്പ് ലൈൻ വലിച്ചാൽ മുല്ലപ്പെരിയാറിന്റെ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് കണക്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ടെക്നോളജി വളർന്ന ഈ കാലത്ത് അന്യ കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പാചകവാതകം ഇവിടെ വരെ ട്യൂബിട്ട് കടലിൽ കൂടെ കൊണ്ടുവരാമെങ്കിൽ അവർക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുന്നതിനാണോ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അതിന് എന്ത് വേണം? അധികാരമുള്ളവർ, അതായത് നമ്മൾ ഈ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് മഷി പുരട്ടി അധികാരം കൊടുത്ത് പറഞ്ഞു വിട്ടവന്മാര് അവിടെ പോയി മിണ്ടാണ്ടിരിക്കുക. അത് ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ. ലോക്സഭയിൽ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ആളുകളാണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നത്. അവിടെ CPM-കാരനൊന്നും കോൺഗ്രസ്സുകാരനൊന്നും ഇല്ലല്ലോ. ഇവിടെ എല്ലാം ഒരു ഒറ്റക്കെട്ടല്ലേ. ഇവന്മാർ എന്തുകൊണ്ടാണ് ഇവിടുന്ന് പോയ ഇത്രയും പേരുണ്ട്? എത്ര? 20 പേരുണ്ട് കേരളത്തിൽ നിന്ന് പോയ. 20 പേർ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ സംസാരിക്കാത്ത എന്താ? രാജ്യസഭയിൽ എന്താ സംസാരിക്കാത്ത? ഇവിടെ വലിയ രാജാവിനെ പോലെ എഴുന്നള്ളിപ്പിച്ചൊരു MBA കേരളത്തിൽ നിന്ന് BJP-യിൽ ജയിപ്പിച്ചു വിട്ടിട്ടില്ല. അയാൾ എന്താ സംസാരിക്കാത്ത? എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തവർക്കൊക്കെ? അപ്പൊ ഈ പറയപ്പെടുന്ന ഈ ഒരു പ്രദേശത്ത് 2 പഞ്ചായത്തുകളുടെ അറ്റത്ത്, ഒരു നദിയുടെ അറ്റത്ത്, ഒരു പർവ്വതത്തിന്റെ അറ്റത്ത്, അല്ല ഒരു മലയുടെ അറ്റത്ത് ഒരു ഉരുള് പൊട്ടിയപ്പോ ഇത്രയും പേര് ഇപ്പോഴും അവിടെ തിരയാ മനുഷ്യര്. ഒരു നഖം കിട്ടാൻ, ഒരു മുടി കിട്ടാൻ, എങ്ങോട്ട് പോയെന്നറിയാതെ കരയുകയാണ്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരൊക്കെ കരയുകയാണ്. ഇത് കരയാൻ പോലും ആരില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഇത് ആരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. ഇപ്പോഴും എല്ലാവരും മുല്ലപ്പെരിയാർ എന്താ പൊട്ടാതെ? മുല്ലപ്പെരിയാർ എന്ത് കൂളായിട്ടാ ചോദിക്കുന്നത്? നിങ്ങൾ എന്തി പറയുന്നത്? ഇത്രയും വർഷം കൊണ്ട് പറയുന്നത് മുല്ലപ്പെരിയാർ എന്താ പൊട്ടാതെ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രായം 35 കൂട്ട്, അല്ലെങ്കിൽ 34 കൂട്ട്, നമ്മളെന്താ മരിക്കാത്തതെന്ന് ചോദിക്കുന്ന പോലെയാ. 80 വയസ്സായ വീട്ടിലിരിക്കുന്ന അപ്പൂപ്പനോട്, അപ്പൂപ്പൻ 80 വയസ്സായ എന്താ മരിക്കാത്ത? അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പൻ 60. അപ്പൂപ്പൻ എപ്പോ വേണേലും മരിക്കാന്നേ. മരിച്ചാൽ പിന്നെ തിരിച്ചു വരുമോ? തിരിച്ചു വരത്തില്ല. ഇതേ സംഭവമാണ്. മുല്ലപ്പെരിയാർ എന്താ പൊട്ടിയാ പിന്നെ എന്താ ഉള്ളേ?
കോഴിക്കോടും കാസർഗോഡും ഇരിക്കുന്ന, മലപ്പുറത്തും ഇരിക്കുന്ന, തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർ പറയും ഞങ്ങൾക്കൊന്നുമില്ല, മുല്ലപ്പെരിയാർ വിട്ട് ഞങ്ങൾക്കൊന്നും. ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. സകല സംവിധാനങ്ങൾ തകരുക അവിടെ. 3-4 ജില്ലയെ ഒലിച്ചു പോകുമ്പോ ഇവിടെ എത്രയോ നാള് കറണ്ട് ഇല്ലാതെ, വെള്ളമില്ലാതെ, വൈദ്യുതി ഇല്ലാതെ, ഫുഡില്ലാണ്ട് കഴിയേണ്ടി വരും. വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കി കേരളത്തിലെ മുഴുവൻ ജനം, 1.5 കോടി മലയാളി ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്നതല്ലേ, അതിൽ 17 ലക്ഷം പേരെന്തോണ റസൽ ജോയിയുടെ പെറ്റീഷനിൽ ഒപ്പുവെച്ചേക്കുന്നത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. റസൽ ജോയി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യാനല്ല. അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണെങ്കിലും അദ്ദേഹം അവിടെ പറയുന്നത് ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവന്ന് പരിശോധിക്കൂ. ഇവിടെ ഇല്ല അതിനുള്ള ആളുകൾ, അത് ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് അടക്കമാണ് അദ്ദേഹം അവിടെ കൊടുത്തേക്കുന്നത്. ഇത് കൊണ്ടുവന്ന് പരിശോധിക്കും, അവര് പറയുന്നത് ചെയ്യും. അപ്പൊ അവരെന്താ പറയാൻ പോണേ? എടാ പണിഞ്ഞവൻ പറഞ്ഞത് 50-60 വർഷമേ ഉള്ളൂ. ഇന്നലെ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വേറൊരു നമ്മുടെ ഒരു സുഹൃത്താണ് സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നത്. പുള്ളി എന്ത് സിമ്പിളായിട്ടാ പറയുന്നത്, അതിങ്ങനെ ഒഴുകി വരും, കൈവരികളിൽ തട്ടി വെള്ളം തട്ടി, എന്റെ പൊന്നെണ്ണ ഇത് മൂത്രം ഒഴിക്കുമ്പോൾ വരുന്ന പോലുള്ള തുള്ളി വീഴുന്ന വെള്ളമല്ല ഈ വരാൻ പോണത്. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതിന്റെ ഇത് എനിക്ക് സത്യത്തിൽ ഓർക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഈ സംസാരിക്കുന്ന നമ്മൾ പോലും നമ്മളുണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പം ഇവിടെയാണ് ഇത് വലിയൊരു ക്യാമ്പയിനായി മാറാൻ പോകുന്നത്. ഇത് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ ഈ വയനാട് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു ക്യാമ്പയിനായി മാറും. ആരും തെരുവുകളിലേക്ക് ഇറങ്ങണമെന്നോ കലാപം ഉണ്ടാക്കണമെന്നോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോ മുഖ്യമന്ത്രി പറയുന്ന പോലെ, സംസ്ഥാന സർക്കാർ പറയുന്ന പോലെ നിങ്ങൾ ഭയപ്പെടുത്തരുത്, ആളുകളെ തെരുവിൽ ഇറക്കരുത്, പാനിക് ആക്കരുത് ഒക്കെ നമ്മൾ പറയണം. ആരോടും നിങ്ങൾ തെരുവിൽ ഇറങ്ങണ്ട, ജാഗ്രത മതി, സമരം വീട്ടിലിരുന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഇറങ്ങും. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാലോ, റസൽ ജോയി ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം എൻ്റെ മുന്നിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് വരുന്ന കോള് ഇതിലാരാ വിളിക്കുന്നത്? സാധാരണക്കാരായ ജനങ്ങൾ. ഒരു 100 കോളെങ്കിലും അദ്ദേഹത്തിന് ചുരുങ്ങിയ സമയം കൊണ്ട് വന്നിട്ട് അവർ പറയുന്നത് എന്താ, സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. ഇപ്പോൾ സാറ് എവിടെ പറഞ്ഞാലും ഞങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താണ് ഇതിന് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജനങ്ങൾ എന്തിനും തയ്യാറാണ്. കാരണം ഒരു ജലബോംബ് അല്ലെങ്കിൽ ഒരു ഏത് നിമിഷവും മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. അപ്പം ഞാനടക്കം ഈ നിമിഷം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ മരിക്കും. ആ അവസ്ഥയിലാണ് എല്ലാവരും ഉള്ളത്. ഇടുക്കിക്കാർ മാത്രമൊന്നുമല്ല, അല്ല കോട്ടയംകാരോ എറണാകുളംകാരോ മാത്രമല്ല. ഇത് വരുന്ന വഴിക്കും കൈവഴിഞ്ഞൊഴുകും. ഇപ്പം പുഴ വഴിമാറി ഒഴുകുന്നു എന്ന് പറയുന്ന പോലെ ഈ വെള്ളം എങ്ങോട്ടാ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും വലിയൊരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. ഇപ്പം സർക്കാർ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ജാഗ്രത? അതാണ് ചോദ്യം. സർക്കാർ പറയുന്നു നിങ്ങൾ ഭയപ്പെടരുത്. എങ്കിൽ ശരി, ഭയപ്പെടാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഭയപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം മുന്നോട്ട് വയ്ക്കൂ. അത് പറയാൻ സർക്കാരിനില്ല. സ്വാഭാവികമായും ജനങ്ങൾ ഇറങ്ങും. ഈ ഇടുക്കി മലനിരകളിൽ എവിടെയോ ജനിച്ചു വളർന്നൊരു കൊച്ചാനയെ പിടിച്ചുകൊണ്ട് പോയതിന് ആനയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് തെരുവുകളിൽ സമരം ചെയ്ത മലയാളിയുടെ നാട്ടിലാണ്. അരിക്കൊമ്പന് വേണ്ടി തെരുവിലിറങ്ങിയ മലയാളിയുടെ നാടാണ്. സ്വന്തം പറമ്പിൽ നിന്ന് ഒരു മണ്ണ്, ഒരു തൂമ്പ കൊണ്ട്, മൺവെട്ടി കൊണ്ട് ഒരു തൂമ്പ മണ്ണ് അയലോക്കക്കാരന്റെ പറമ്പിൽ നിന്ന് വെട്ടിയ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്നവന്റെ മുന്നിലാണ് അവന്റെ സ്വത്തും വീടും വസ്തുവും പണവും മക്കളും ജീവനും ജീവിതവും സ്വപ്നവും സകലതും നശിക്കുന്ന ഒരു ജലബോംബിന് വേണ്ടി ഇത് പറഞ്ഞ പോലെ മലയാളികൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാലം വിദൂരമല്ല. അവർ വയനാടിൽ പേടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ പേടിച്ചിട്ടുണ്ട്. വയനാട്ടിൽ വിദഗ്ധ സമിതിയെ കൊണ്ടുവരണ്ട എന്നൊരു തീരുമാനം കൂടി സർക്കാർ അങ്ങെടുത്തു. ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടാത്തറേ. എന്താ പഠിക്കേണ്ടാത്ത? പഠിച്ചാൽ പശ്ചിമഘട്ടം പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞ മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടി വരും. കസ്തൂരിരംഗൻ റിപ്പോർട്ട് എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. മാധവ് ഗഡ്ഗിൽ റിപ്പോർട്ട് എടുത്ത് വെക്കേണ്ടി. ഇതിനെതിരെ സമരം ചെയ്തവരെ സർക്കാർ തെരുവുകളിൽ ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മലയാളി മണ്ടന്മാരാണ്. എത്ര പ്രവർത്തനം എന്ന് പറഞ്ഞാലും മലയാളി മണ്ടന്മാരാണ്. നാളെയോ ഓമാർക്കൊക്കെ തന്നെ ഇട്ട് ഊട്ടുകുത്തും. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ പഠിക്കട്ടെ, വിദഗ്ധർ വന്ന് പഠിക്കട്ടെ. ലക്ഷങ്ങൾ തെരുവിൽ ഇറങ്ങുന്ന ഒരു സമരമായി അധികം വൈകാതെ മുല്ലപ്പെരിയാർ സമരം മാറും. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ.